MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ഗൾഫ് ജോബ് ഇൻ്റർവ്യൂവിൽ ആവശ്യപ്പെടുന്നതുമായ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദവുമായ ഒരു എക്സൽ ഫംഗ്ഷനാണ് Vlookup ഫംഗ്ഷൻ അഥവാ വെർട്ടിക്കുലർ ലുക്കപ്പ് ഫംഗ്ഷൻ. Vlookup ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു കമ്പനിയുടെ എംപ്ലോയീസ് സാലറി സ്ലിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനാവശ്യമായ ഒരു ഫോം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എംപ്ലോയീസ് സാലറി സ്ലിപ്പ് മന്ത് ഓഫ് ജനുവരി 2022. അതിനാവശ്യമായ ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു എക്സൽ ഷീറ്റ് കൂടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എംപ്ലോയി ID, നെയിം, ജോയിൻ ഡേറ്റ്, job title, department, basic salary, house allowance, transportation, overtime hour, overtime benefit, other expense, net salary, gross salary, loan deduction per month, absent days, absent deduction, total deduction and total earnings. Employee ID number ആയ ഒന്നാമത്തെ employee ID number 1001 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1001. ശേഷം അടുത്ത കോളത്തിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം = Vlookup എന്ന് ടൈപ്പ് ചെയ്യുക. ലുക്കപ്പ് വാല്യൂ അഥവാ ഒന്നാമത്തെ എംപ്ലോയി ID ആകുന്നു ലുക്കപ്പ് വാല്യൂ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കോമ, ശേഷം ടേബിൾ അറേ, എംപ്ലോയി സാലറി ഡീറ്റെയിൽസ് എന്ന ഈ കോളത്തിൽ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് എക്സൽ ഷീറ്റ് കംപ്ലീറ്റായി സെലക്ട് ചെയ്യുക. ശേഷം കോമ, കോളം ഇൻഡെക്സ് നമ്പർ അഥവാ കോളം നമ്പർ നമുക്ക് കിട്ടേണ്ടത് എംപ്ലോയി നെയിം ആകുന്നു അഥവാ 1, 2. ഇവിടെ എക്സാമ്പിൾ എളുപ്പത്തിനായി കോളം നമ്പർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഥവാ കോളം നമ്പർ 2 ടൈപ്പ് ചെയ്യുക. കോമ, ട്രൂ, അപ്രോക്സിമേറ്റ് ആൻഡ് ഫാൾസ് എക്സാക്റ്റ് മാച്ച്. നമുക്ക് കിട്ടേണ്ടത് ഫാൾസ് എക്സാക്റ്റ് മാച്ച് ആണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. എംപ്ലോയി ID ഒന്നാമത്തെ എംപ്ലോയി IDയുടെ പേരായ അലക്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നതായി കാണാം. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കോളത്തിൽ വരിക. വീണ്ടും = Vlookup എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ ലുക്കപ്പ് വാല്യൂ എംപ്ലോയി ID 1 2001, കോമ, സെക്കൻഡ് ടേബിൾ അറേ. വീണ്ടും ഇതിലേക്ക് വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് എക്സൽ ഷീറ്റ് കംപ്ലീറ്റായി സെലക്ട് ചെയ്യുക. കോമ, ഡിപ്പാർട്ട്മെൻറ്റ് എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 5ാമത്തെ കോളം 5 എന്ന് ടൈപ്പ് ചെയ്യുക. കോമ, എക്സാക്റ്റ് മാച്ച് സെലക്ട് ചെയ്യുക. എൻ്റർ. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നതായി കാണാം. അടുത്തത് ഡേറ്റ് ഓഫ് ജോയിനിങ്. അതിനായി ഒരു എളുപ്പ വഴി കൂടി പറഞ്ഞു തരാം. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമുല ബാറിൽ നിന്നും ഇത് കോപ്പി ചെയ്യുക. കൺട്രോൾ C ഉപയോഗിച്ച് കോപ്പി ചെയ്തതിന് ശേഷം എസ്കേപ്പ് ബട്ടൺ നിർബന്ധമായും പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക. അതല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് റോങ് ആയിരിക്കും. ശേഷം ഇവിടെ വന്ന് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന കോളത്തിന് നേരെയുള്ള കോളത്തിൽ വന്ന് കഴ്സർ വെച്ചതിന് ശേഷം വീണ്ടും ഫോർമുല ബാറിൽ പോയി കൺട്രോൾ V എന്ന് പേസ്റ്റ് ചെയ്ത് ഡേറ്റ് ഓഫ് ജോയിനിങ് അതിന് എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 1, 2, 3 മൂന്നാമത്തെ കോളം അഥവാ ഈ 5 എന്നതിന് പകരം 3 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ജോയിനിങ് ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നതായി കാണാം. ഇതേ പ്രോസസ് തന്നെ തുടരുക. ബേസിക് സാലറിയിലേക്ക് വരിക. വീണ്ടും ഫോർമുല ബാറിൽ വന്ന് കൺട്രോൾ V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ബേസിക് സാലറി എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 6ാമത്തെ കോളം. ഈ 5 എന്നതിന് പകരം 6 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക.
വീണ്ടും ഫോർമുല ബാറിൽ വന്ന് കൺട്രോൾ V പ്രസ് ചെയ്ത് ഹൗസ് അലവൻസ് എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. 7. ഈ 5 പകരം 7 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ. ഇതേ പ്രോസസ്സ് തന്നെ തുടരുക. ഫോർമുല ബാറിൽ വന്ന് കൺട്രോൾ V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ 8ാമത്തെ കോളം 5 പകരം 8 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതർ എക്സ്പെൻസ്. ഇതേ കോളത്തിൽ വന്ന് വീണ്ടും ഫോർമുല ബാറിൽ വരിക, കൺട്രോൾ V, അതർ എക്സ്പെൻസ് 11ാമത്തെ കോളം അതർ എക്സ്പെൻസ്, കോളം നമ്പർ 11 ഇവിടെ ടൈപ്പ് ചെയ്യുക. 11 ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അടുത്തത് ലോൺ. എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കാം. ലോൺ ഡിഡക്ഷൻ, കോളം നമ്പർ 14. ഫോർമുല ബാറിൽ വന്ന് വീണ്ടും കൺട്രോൾ V പ്രസ് ചെയ്ത് 5 എന്നതിന് പകരം 14 എൻ്റർ ചെയ്യുക. അടുത്തത് ആബ്സെൻറ്റ് ഡിഡക്ഷൻ, കോളം നമ്പർ 16. വീണ്ടും കൺട്രോൾ V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്പർ 5 പകരം 14 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതിൽ അതേഴ്സ് ഡാറ്റാബേസിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത് ഒഴിവാക്കുന്നു. അടുത്തത് നെറ്റ് സാലറി, കോളം നമ്പർ 12. ഇവിടെ വന്ന് വീണ്ടും കൺട്രോൾ V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. നെറ്റ് സാലറി നമ്പർ 12. 5 പകരം 12 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അടുത്തത് ഓവർ ടൈം ബെനിഫിറ്റ്, കോളം നമ്പർ 10. കൺട്രോൾ V 5 പകരം 10 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ടോട്ടൽ ഏണിങ്സ്, മുമ്പ് ടോട്ടൽ ഡിഡക്ഷൻ, കോളം നമ്പർ 17. Control V, change the number 17, enter. Total earnings, column number 18. Control V, 5 പകരം 18 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇനി ഇവിടെ വന്ന് എംപ്ലോയി ഐ ഡി ആയ 1002 സെലക്ട് ചെയ്യുക. ഇവിടെ വരുന്ന മാറ്റങ്ങൾ കാണാവുന്നതാണ്. എംപ്ലോയി നെയിം ബാലൻ, ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ, ഡേറ്റ് ഓഫ് ജോയിനിങ് 11/20/90, 2002 ബാലൻ ടെക്നിക്കൽ, ജോയിനിങ് ഡേറ്റ് കൃത്യമായി ഇവിടെ വന്നതായി കാണാം. ഇനി ടൈപ്പ് ചെയ്തതിന് പകരമായി 1002 എന്ന ഒന്നാമത്തെ ഐഡിയിൽ വന്ന് എളുപ്പത്തിനായി ഡാറ്റ എന്ന ഫംഗ്ഷൻ വരികയും ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്നും ലിസ്റ്റ് സെലക്ട് ചെയ്യുക. സോഴ്സിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം എംപ്ലോയി സാലറി ലിസ്റ്റിലേക്ക് തിരികെ വരിക. ഒന്നാമത്തെ എംപ്ലോയി ഐ ഡി ആയ 1000 മുതൽ അവസാനത്തെ ഐ ഡി ആയ 1020 വരെ സെലക്ട് ചെയ്യുന്നതിനായി ഷിഫ്റ്റ് കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്താൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ ക്രിയേറ്റ് ചെയ്തതായി കാണാം. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ ഓരോ എംപ്ലോയി ഐ ഡിയിൽ നിന്നും സാലറി സ്ലിപ്പ്
തയ്യാറാക്കി വെച്ചിട്ടുള്ള സാലറി സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. വീഡിയോയുടെ അടുത്ത പാർട്ട് വരുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.